മാക്രോ എക്കണോമിക്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ടാക്സ് മൾട്ടിപ്ലയർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണ് പഠിച്ചത്. ഫിസ്ക്കൽ മൾട്ടിപ്ലയറിലെ ഫസ്റ്റ് വൺ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണ് പഠിച്ചത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഫിസ്ക്കൽ മൾട്ടിപ്ലയർ ആണ്, ദറ്റ് ഈസ് ടാക്സ് മൾട്ടിപ്ലയർ. ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് change in the equilibrium level of income, that is delta y, to a change in taxes, that is delta t. Change in the equilibrium level of income delta y to a change in taxes, that is delta t. Tax multiplier k t kt represent ചെയ്യുന്നത് ടാക്സ് മൾട്ടിപ്ലയർ ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു മൈനസ് ഓഫ് എം പി സി ഡിവൈഡഡ് ബൈ 1 മൈനസ് MPC divided by minus of MPC divided by 1 minus MPC, or KT equal to minus of MPC minus MPC divided by MPS. അതായത് 1 മൈനസ് MPC എന്ന് പറയുന്നത് എന്താണ്? MPS. അത് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. If MPC is represented by B, small letter b represent ചെയ്യുന്നത് MPC ആണ്. The tax multiplier can be written as KT equal to minus B divided by 1 minus B. KT equal to 1 minus B divided by 1 minus B. The negative sign indicates that income moves in the opposite direction as taxes. ടാക്സും ഇൻകം ആയിട്ട് കമ്പയർ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇൻകവും ടാക്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇൻകവും അതുപോലെ തന്നെ ടാക്സസും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇൻകം മൂവ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആസ് ടാക്സസ്. ബിക്കോസ് ടാക്സ് കട്ട് വിൽ കോസ് ആൻ ഇൻക്രീസ് ഇൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം, ആൻഡ് ടാക്സ് ഇൻക്രീസ് വിൽ കോസ് റിഡക്ഷൻ ഇൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം. ദ ടാക്സ് മൾട്ടിപ്ലയർ ഈസ് എ നെഗറ്റീവ് മൾട്ടിപ്ലയർ. ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് നെഗറ്റീവ് മൾട്ടിപ്ലയർ ആണ്. അതായത് ടാക്സ് കട്ട് വിൽ കോസ് ആൻ ഇൻക്രീസ് ഇൻ കൺസംഷൻ എക്സ്പെൻഡിച്ചേഴ്സ്. ടാക്സ് കട്ട് കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂടാൻ കാരണമാവുന്നുണ്ട്, അതുപോലെ തന്നെ അത് ഇൻകം കൂടാനും കാരണമാവുന്നുണ്ട്. ടാക്സ് ഇൻക്രീസ് ചെയ്താലോ അത് കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻകവും കുറയാനായിട്ട് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് ദ ടാക്സ് മൾട്ടിപ്ലയർ ഈസ് എ നെഗറ്റീവ് മൾട്ടിപ്ലയർ. Then the derivation of the tax multiplier. The tax multiplier is derived from the equation y equal to c plus I plus g, where c equal to a plus b yd, yd equal to y minus t. Yd means disposable income equal to income minus tax. ഇൻകത്തിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഡിസ്പോസിബിൾ ഇൻകം YD. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് C and YD into the equation we get y equal to a plus b yd. അതായത് C എന്നുള്ള ഇക്വേഷൻ്റെ വാല്യൂ YD സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഓഫ് സിയുടെ വാല്യൂസ് അതുപോലെ തന്നെ YDയിലെ വാല്യൂസ് എവിടെ ഇട്ട് കൊടുക്കുകയാണ്? ഇക്വേഷൻസിൽ ഇട്ട് കൊടുക്കുകയാണ്. അതായത് y ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സിയുടെ പ്ലേസിൽ എന്ത് എഴുതാം? y ഈക്വൽ ടു എ പ്ലസ് ബി വൈ ഡി പ്ലസ് ഐ പ്ലസ് ജി അതേപോലെ എഴുതി, ഓർ എ പ്ലസ് ബി വൈയുടെ പ്ലേസിൽ എന്ത് എഴുതാം? y മൈനസ് ടി അല്ലേ? YD എന്ന് പറയുന്നത് y മൈനസ് ടി ആണ്. അപ്പോൾ y ഈക്വൽ ടു എ പ്ലസ് ബി ബ്രാക്കറ്റിനകത്ത് y മൈനസ് ടി, YDയുടെ അവിടെ എന്ത് എഴുതി? y മൈനസ് ടി എഴുതി, പ്ലസ് ഐ പ്ലസ് ജി. ഇനി ബ്രാക്കറ്റിൻ്റെ വെളിയിലെടുക്കുമ്പോൾ y ഈക്വൽ ടു എ പ്ലസ് ബി വൈ മൈനസ് ബി ടി പ്ലസ് ഐ പ്ലസ് ജി. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക? ഡെൽറ്റ വൈ ഈക്വൽ ടു മൈനസ് ബി ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി, ഓർ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു മൈനസ് ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി, ഓർ കെ ടി ഈക്വൽ ടു മൈനസ് എം പി സി ഡിവൈഡഡ് ബൈ 1 മൈനസ് എം പി സി. അതായത് 1 മൈനസ് എം പി സി എന്ന് പറഞ്ഞാൽ എന്താണ്? MPS ആണ്. അപ്പോൾ ഇതാണ് ടാക്സ് മൾട്ടിപ്ലയർ. ഇനി അടുത്ത് പഠിക്കുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടാക്സ് മൾട്ടിപ്ലയർ ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ടാക്സ് മൾട്ടിപ്ലയറും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്.
അതായത് ദ എം പി സി ഈസ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. എം പി സിൻ്റെ വാല്യൂ 0യ്ക്കും 1നും ഇടയിലായിരിക്കും. ദ ടാക്സ് മൾട്ടിപ്ലയർ ഈസ് അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും. ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും. ഈസ് 1 ലെസ് ദാൻ ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിനേക്കാളും 1 ലെസ് ദാൻ ആയിരിക്കും ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അതൊരു അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും. ഇഫ് എം പി സി ഈക്വൽ ടു 0.75, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഈസ് 1 by 1 minus 0.75 which is equal to 4. അതായത് എം പി സി 0.75 ആണെങ്കിൽ നമ്മളത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ കെ ടി ഈക്വൽ ടു മൈനസ് എം പി സി ഡിവൈഡഡ് ബൈ 1 മൈനസ് എം പി സി നമ്മൾ ഇക്വേഷൻ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ പഠിച്ചു. എന്താണ്? കെ ജി ഈക്വൽ ടു 1 by 1 മൈനസ് എം പി സി. അപ്പോൾ നമ്മൾ എം പി സിൻ്റെ വാല്യൂ 0.75 എന്നുള്ളത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. ഏത് ഇക്വേഷനിൽ? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ ആയിട്ടുള്ള കെ ജി ഈക്വൽ ടു 1 by 1 മൈനസ് എം പി സിയിൽ ഇട്ട് കൊടുക്കണം. ആ എം പി സിയുടെ പ്ലേസിൽ 0.75 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കെന്താ കിട്ടുക? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.75 വിച്ച് ഇസ് ഈക്വൽ ടു 4. ഇനി അടുത്തത് എം പി സി 0.75 ആണെങ്കിൽ ടാക്സ് മൾട്ടിപ്ലയർ എന്തായിരിക്കും? ടാക്സ് മൾട്ടിപ്ലയർ കാണാൻ എന്താ ഫോർമുല? മൈനസ് എം പി സി ഡിവൈഡഡ് ബൈ 1 മൈനസ് എം പി സി. അതായത് മൈനസ് 0.75 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.5 വിച്ച് ഇസ് ഈക്വൽ ടു -3. എ ടാക്സ് മൾട്ടിപ്ലയർ ഓഫ് -3 implies that rupees 10 billion increase in tax result in a decrease in income of 30 billion. അതായത് ടാക്സ് മൾട്ടിപ്ലയർ ഓഫ് -3 റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ടാക്സ് 10 ബില്യൺ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻകം 30 ബില്യൺ ഡിക്രീസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ടാക്സ് മൾട്ടിപ്ലയർ -3 റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? 10 ബില്യൺ ടാക്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം 30 ബില്യൺ ഡിക്രീസ് ഉണ്ടാവും. അതാണ് അതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് മൾട്ടിപ്ലയർ എന്താണ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടാക്സ് മൾട്ടിപ്ലയർ ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ ആണ്. ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയറിൻ്റെ മറ്റൊരു പേരാണ് യൂണിറ്റ് മൾട്ടിപ്ലയർ. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.